ഇത് സ്പെഷ്യലാട്ടോ, വളരെ വളരെ സ്പെഷ്യലാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫി, 2024 T20 വേൾഡ് കപ്പ്, ഇങ്ങനെ എത്ര ട്രോഫികൾ നമ്മുടെ ഷെൽഫിലേക്ക് എത്തിയാലും 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് എന്തോ ഒരു പ്രത്യേക മൊഞ്ചുണ്ട്. എന്തായാലും ആ മനോഹരമായിട്ടുള്ള വേൾഡ് കപ്പിലെ 5 ഗോൾഡൻ മൊമെന്റ്സിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്റെ മനസ്സിൽ തോന്നുന്ന ഗോൾഡൻ മൊമെന്റ്സ് ആണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. നമ്മളുടെ 5ാമത്തത്, ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയയെ കെട്ടുകെട്ടിച്ച് ഇന്ത്യ. യുവരാജ് സിംഗിന്റെ ഓൾറൗണ്ട് പ്രകടനവും പോൾഡിങ്ങിന്റെ സെഞ്ചുറിയും പാഴായപ്പോൾ എന്റെ സാറേ അതൊരു വല്ലാത്ത വിജയമായിരുന്നു. ഇനി 4ാമത്, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മാച്ച്. ആ ഒരു ടൂർണമെന്റിലെ കിടിലൻ മത്സരങ്ങളിൽ ഒന്നായിരുന്നു. സച്ചിന്റെ ഒരു കിടിലൻ സെഞ്ചുറിയിൽ 338 റൺസ് ഇന്ത്യൻ ടീം എടുത്തപ്പോൾ ഇംഗ്ലണ്ടും തിരിച്ചടിച്ചു. കൃത്യം 338. സമനില പിടിച്ചൊരു മത്സരം. നെക്സ്റ്റ്, ഒരു ചെളി പുരണ്ട ജേഴ്സിയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ അടയാളമായി മാറിയ ഒരു ചെളി പുരണ്ട ജേഴ്സി. ഇന്ത്യയുടെ നിലവിലെ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ 97 റൺസ്. ഇന്ത്യ ശ്രീലങ്ക ഫൈനലിൽ വിജയത്തിന്റെ തൊട്ടരികിൽ എത്തിച്ചിട്ടാണ് അന്ന് ഗംഭീർ വഴുതി വീണത്. ആ ഒരു ഇന്നിങ്സ് എന്നും ഈ ഒരു വേൾഡ് കപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്പെഷ്യൽ ആയിരിക്കും. ഇനി ഇപ്പോഴും കാണുമ്പോൾ ഒരു രോമാഞ്ചം വരുന്ന ഒരു സീനുണ്ട്. സച്ചിനെ തോളിലേറ്റ് നടക്കുന്ന ഇന്ത്യൻ ടീം. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കിരീടം നേടിയിട്ട് സച്ചിൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വർഷം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തോളിലേറ്റ് ആ ഒരു മനുഷ്യനെ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ തോളിലേറ്റ് നടക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ആ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും ഗോൾഡൻ മൊമെന്റുകളിൽ ഒന്നാണ്. ഇനി 1ാമത്തെ ഗോൾഡൻ മൊമെന്റിലേക്ക് പോവാണ്. യെസ്, ധോണി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. രവി ശാസ്ത്രിയുടെ ആ ഒരു കമന്ററിയിൽ ധോണി ആ ഒരു 6 അടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വപ്നങ്ങൾ നിറവേറ്റിയപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കിരീടം നേടിയപ്പോൾ ആ ഒരു നിമിഷത്തെ ഏറ്റവും നമ്പർ 1 ഗോൾഡൻ മൂവ്മെന്റ് ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാലം എത്ര പോയാലും വേൾഡ് കപ്പുകൾ എത്ര വന്നാലും എനിക്ക് തോന്നുന്നു 90s കിഡ്സിന്റെ മനസ്സിൽ എന്നും 2011 പച്ച കുത്തിയതുപോലെ നിറഞ്ഞു നിൽക്കും. എല്ലാ വേൾഡ് കപ്പ് വിജയങ്ങളും എല്ലാ കപ്പുകളുടെ വിജയങ്ങളും കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കും. ആ 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് അത്രമാത്രം സ്പെഷ്യലാണ് പലർക്കും. എനിക്കത് ഉറപ്പാണ്. നിങ്ങൾക്ക് സ്പെഷ്യലാണോ? സ്പെഷ്യൽ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ ആ ഒരു വേൾഡ് കപ്പിൽ ഞാൻ മിസ് ചെയ്തിട്ടുള്ള ഗോൾഡൻ മൊമെന്റ്സും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട.